നിയമസഭയിൽ കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കൊടുത്ത അടിയന്തര പ്രമേയ നോട്ടീസ് സർക്കാർ അംഗീകരിച്ചില്ല. അത് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. അതേസമയം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ തോതിൽ വാചാലമാകുന്ന ഭരണകൂടത്തിന്റെ ആളുകൾ തന്നെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അഭിനവ ദുശാസനന്മാരായി മാറുകയാണ് CPIM നേതാക്കളെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ആരോപിച്ചത്. അതേസമയം വി ഡി സതീശന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷ അംഗങ്ങൾ ശ്രമിച്ചത് വലിയ തോതിലുള്ള രോഷപ്രകടനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. വി ഡി സതീശൻ കയ്യിലിരുന്ന പേപ്പർ വലിച്ചെറിഞ്ഞുകൊണ്ട് തെമ്മാടിത്തരം കാണിക്കരുത് എന്ന് ഭരണപക്ഷ ബെഞ്ചിനോട് സൈഫ് സൈനുലാബ്ദീനോടൊപ്പം ചേർന്നു. സൈഫ്, എന്താണ് ഈ വിഷയത്തിൽ നിന്ന് നിയമസഭയ്ക്കകത്ത് നടന്നത്? പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? പ്രതിപക്ഷ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ മീഡിയ റൂമിലേക്ക് അവർ എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായ അറിയിപ്പായി വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ളത്. കൂത്താട്ടുകുളത്ത് CPMന്റെ കൗൺസിലറായ കലാരാജുവിനെ CPM പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പിറവ MLA അനൂപ് ജേക്കബ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. അവിടെ ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കി നൽകിയത് പോലീസാണ്. പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നുള്ളതാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ അതിന് മറുപടി നൽകി. അദ്ദേഹം പോലീസിന്റെ സുരക്ഷ അവിടെ വേണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ അവിടെ പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി ആദ്യം വിശദീകരിച്ചു. അതിനുശേഷമാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് അനൂപ് ജേക്കബ് സംസാരിച്ചത്. അനൂപ് ജേക്കബ് പോലീസിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ വാചാലമാകുന്ന സർക്കാർ എന്ത് സ്ത്രീ സുരക്ഷയാണ് അവിടെ ഒരുക്കിയത് എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചു. പോലീസിന്റെ ഒത്താശയോട് കൂടിയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മദ്യമാഫിയ അടക്കമുള്ളവർക്ക് ഉള്ള അവരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി നൽകിയത് പോലീസ്, CPM പ്രവർത്തകരാണ് കൃത്യം നടത്തിയത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. കലാരാജുവിനുണ്ടായ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാക്കൌട്ട് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ടുള്ള സംസാരം അവസാനിപ്പിച്ചത്. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി വിശദമായ മറുപടിയിലേക്ക് കടന്നു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. സ്ത്രീ സുരക്ഷയിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു അവിടെ സുരക്ഷ ഒരുക്കണമെന്ന്. അതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആവശ്യമായ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ ആവശ്യമായ സുരക്ഷ നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ അംഗങ്ങൾ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ടത്തേക്ക് മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ വരികയാണ്. നമുക്ക് അതിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. നിഷാദ്, അങ്ങൊരു സീനിയർ പൊളിറ്റീഷ്യനാണ്. അങ്ങോട്ട് സീനിയർ നിങ്ങൾ പ്രകോപിതനാവില്ല. അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങൊരു സീനിയർ പൊളിറ്റീഷ്യനാണ്. അങ്ങോട്ട് സീനിയർ പ്രകോപിതനാവില്ല. അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് പ്രകോപിതനാവില്ല. നഗരസഭയിൽ കഴിഞ്ഞ ദിവസം ഒരു CPM കൗൺസിലർ കലാരാജുവിനുണ്ടായ ദുരനുഭവമായിരുന്നു. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ആ വിഷയമാണ് അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടെ ഇന്ന് അടിയന്തര പ്രമേയമായി UDF അവതരിപ്പിച്ചത്. പക്ഷേ ഗവൺമെൻറ്, മുഖ്യമന്ത്രി അതിലേക്ക് നൽകിയ സമീപനം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള നടപടികളിലേക്ക് കടക്കാതെ അവിടെയുള്ള രാഷ്ട്രീയ വിഷയത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. അതൊരു കാലമാറ്റമാണ് എന്ന നിലയിലേക്കുള്ള ഒരു ടെക്സ്റ്റാണ് അദ്ദേഹം ഇന്ന് അസംബ്ലിയിൽ നൽകിയത്. ഇവിടെ ഞങ്ങളതിനകത്ത് പ്രധാനമായിട്ടും ഉന്നയിച്ച വിഷയമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷിതമായി നടന്നു നീങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഗവൺമെൻറ് തന്നെ കണക്ക് 2022 2023 കണക്ക് കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ അവതരിപ്പിച്ചിരുന്നു. ഒരു അൺസ്റ്റാർട്ട് ക്വസ്റ്റ്യനായിട്ട് ലഭിച്ചതിൽ ഓരോ വർഷവും കൃത്യമായ വർധനവ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അട്രോസിറ്റീസിൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചാണ്.
അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, ഒരു ക്രമസമാധാന തകർച്ചയാണ് ഇന്ന് അസംബ്ലിയിലേക്ക് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ, ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത നിലയിൽ അവരെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെക്കുക, പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുക, പോലീസിന്റെ ഭാഗത്ത് യാതൊരു ആക്ഷനോ നടപടികളോ അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറെയതിനു ശേഷവും വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധവും അവിടെ വന്നതിന് ശേഷം അവരുടെ കുട്ടികൾ ഉൾപ്പെടെ സമരത്തിലേക്ക് വന്നപ്പോൾ നിക്കക്കള്ളിയില്ലാതെയാണ് അവസാനം അവരെ മോചിപ്പിക്കേണ്ട അവസ്ഥ കൂത്താട്ടുകുളത്ത് അന്ന് അവിടുത്തെ CPM ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ അതിനകത്ത് കൃത്യമായ അന്വേഷണം ഉണ്ടാവണമെന്ന് അവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കൃത്യമായ പ്രതിപക്ഷ MLA-മാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കൂത്താട്ടുകുളം വിഷയത്തിൽ. ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. മൂവാറ്റുപുഴ DY